നമ്മൾ ഫേക്ക് അക്കൗണ്ടുകളെ കുറിച്ചിട്ട് ഒരു റീൽ ചെയ്തതിന് വൈഡ് റെസ്പോൺസാണ് കിട്ടിയത്. കുറേ പേര് കുറേ ഫേക്ക് അക്കൗണ്ടുകളുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഡീറ്റെയിൽ പോകാൻ സമയമില്ല. ഡീറ്റെയിൽ ആകെ കൂടി ഗോ ത്രൂ ചെയ്യുന്നത് ഓൺലി വൈൽ ഓൺ ട്രാവലിംഗ് ബസ്സിലോ ട്രെയിനിലോ ഇരിക്കുന്ന സമയത്തായിരിക്കും. ഏതായാലും നിങ്ങളുടെ റെസ്പോൺസിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിൽ ചില അക്കൗണ്ടുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഈ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ സ്ത്രീകളുടെ നെഞ്ച് അഥവാ അവരുടെ ബ്രസ്റ്റ്, അവർ മുടി കോതുന്നത്, അവരുടെ വയറ്, പിന്നെ ഉത്ബോധന ഡയലോഗുകൾ, സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ തോറ്റുപോകുന്ന രീതിയിലുള്ള ഉത്ബോധന ഡയലോഗുകൾ, അല്ലെങ്കിൽ കീർത്തനങ്ങൾ, ചില പാട്ടുകൾ, എന്തൊക്കെ പോസ്റ്റുകളാണ് വെച്ച് കീച്ചുന്നതെന്നറിയാമോ? ഇതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഇമ്മണി പ്രായം തെറ്റിയ അമ്മാവന്മാരും ഈ പറയുന്ന പോലെ വാദ്യകലാരംഗത്തുള്ള കുറേ ആൾക്കാരും. എനിക്ക് പറയാനുള്ളത് ഈ ചേട്ടന്മാരോടാണ്. പ്ലീസ് പ്ലീസ്, അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണെന്ന് ഉള്ളൊരു ദുരന്ത സത്യം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലുമൊക്കെ ബോധം വേണം. കാരണം നിങ്ങൾ ഇത്രയും നമ്മളെപ്പോലുള്ള ആരാധകർ നിങ്ങളെ അത്രയും ടോപ്പിൽ നിങ്ങളെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് ലൈക്ക് അടിക്കുന്നത്, എന്തിനൊക്കെയാണ് കമൻ്റ് അടിക്കുന്നത് എന്നുള്ള ഒരു ഇച്ചിരിയൊക്കെ ബോധത്തോടു കൂടി നിങ്ങൾ പെരുമാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഫേക്ക് കത്തികളുടെ ഇത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലുള്ള ഫേക്ക് കത്തികളുടെയും ഫേക്കന്മാരുടെയും ഈ പറയുന്ന ബ്രസ്റ്റ് കാണിച്ചുള്ള ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും താഴെ നിങ്ങൾ പോയി കമൻ്റ് അടിക്കുമ്പോൾ ഇവളുമാർ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കൊരു മാർക്കിടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾ വാദ്യകലാരംഗത്ത് ഭംഗിയായി ചെണ്ട കൊട്ടുന്നവർ, ഇലത്താളം ചെയ്യുന്നവർ, മദ്ദളം ചെയ്യുന്നവർ, അങ്ങനെ എല്ലാ ഏരിയയിലും നിങ്ങൾ ഷൈൻ ചെയ്ത് നിൽക്കുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളുടെ പിന്നാലെയുള്ള നിങ്ങളുടെ ഈ പോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന തലയും വാലും ഇല്ലാത്ത ഈ പറയുന്ന സാധനങ്ങളുടെ പിന്നാലെയുള്ള ഈ ഒരു പ്രവൃത്തി ഒന്ന് ലിമിറ്റ് ചെയ്യുമോ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് നിങ്ങളുടെ വില മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുന്നതിന് തുല്യമായിരിക്കും. ഇനിയെങ്കിലും ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തിയ അക്കൗണ്ടുകളെ മാത്രം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം.